ദ ജേർണലിസ്റ്റിലേക്ക് ഏറ്റവും വലിയ ലോകശക്തികൾ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും രഹസ്യാന്വേഷണ ചാര ഏജൻസികൾ ലോകത്തെവിടെ എന്ത് വേണമെങ്കിലും കണ്ടെത്താൻ കെൽപ്പുള്ളവരാണ് എന്നാണ് പറയാറ്. അതായത് ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഈ ലോകത്തെവിടെ വേണമെങ്കിലും സ്കെച്ച് ഇടാനും മാർക്ക് ചെയ്യാനും കണ്ടുപിടിക്കാനും ലൊക്കേറ്റ് ചെയ്യാനും ലോക്ക് ചെയ്യാനും ഒക്കെ കഴിവുള്ള ഗംഭീര ഏജൻസികളാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. അതിൽ മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ചാര ഏജൻസി ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ചാര ഏജൻസി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികളായ FBI, CIA തുടങ്ങിയവയൊക്കെ ഇത്തരത്തിൽ ആ രാജ്യങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും രഹസ്യാന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നുമാണ് പറയുന്നത്. പക്ഷേ മൊസാദ് ഉൾപ്പെടെയുള്ള ലോകശക്തികളുടെ സകല ചാരക്കണ്ണുകളെയും ചാര ഏജൻസികളെയും തകർത്തു തരിപ്പണമാക്കുന്ന വിധത്തിൽ, മുട്ടുകുത്തിക്കുന്ന വിധത്തിൽ, നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ ഒരു നിർണായകമായ നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതാണ് അല്പസമയം മുമ്പ് ലോകം മുഴുവൻ അന്തം വിട്ടു നോക്കിയ ഒരു വിഷയമായി ഇപ്പോൾ ലോകം മുഴുവൻ കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖാംനെയി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ കാണാനില്ല എന്ന തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു. പാശ്ചാത്യ മാധ്യമങ്ങൾ പലരും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. മുജ്തബയുടെ പ്രിയപ്പെട്ട പിതാവ്, ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ സംസ്കാര ചടങ്ങിൽ പോലും മുജ്തബയ്ക്ക് എത്താൻ കഴിഞ്ഞില്ല, പേടിച്ച് വിറച്ച് ഒളിവിൽ പോയതാണ് എന്നൊക്കെ ഇവിടുത്തെ പല മിത്രങ്ങളും പ്രചരിപ്പിച്ചിരുന്നു. പക്ഷെ രണ്ട് സംഭവങ്ങളാണ് ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുന്ന വിധത്തിൽ, ഇറാനെ കളിയാക്കിയവരെ ഞെട്ടിക്കുന്ന വിധത്തിൽ ഇപ്പോൾ IRGCയും ഇറാൻ സ്റ്റേറ്റ് മീഡിയയും അനാവരണം ചെയ്തിരിക്കുന്നത്. നോക്കുക, മുജ്തബ ഖാംനെയി ആയത്തുള്ള അലി ഖാംനെയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പങ്കെടുത്തു എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ ചില ചിത്രങ്ങൾ IRGCയെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. നോക്കുക, the IRGC official outlet published this video of Mojtaba Khamenei leading the prayer for his father in Mashhad. In it, there is a man with a black cap and a full face mask. Towards the end of the video, a part of his face appears. I do not think it is Mojtaba. Mojtaba's eldest son, Mohammad Khamenei, maybe. എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആയത്തുള്ള അലി ഖാംനെയുടെ മകൻ മുജ്തബ ഖാംനെയി ആയത്തുള്ളയുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണ് എന്ന നിലയിൽ പ്രചരിക്കുന്ന ഒരു ചിത്രം അതെടുത്തു വെച്ചുകൊണ്ട് പലരും അവരുടേതായ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. അപ്പോൾ അത് ആയത്തുള്ള അലി ഖാംനെയുടെ മകൻ മുജ്തബ ഖാംനെയി ആണ് എന്ന പ്രചാരണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുജ്തബയല്ല, അത് മുജ്തബയുടെ മകനാണ് എന്ന നിലയിലും പ്രചാരണം നടക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം, അതായത് മുജ്തബ പങ്കെടുത്തോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം നൽകാൻ ഇതുവരെ ചാര ഏജൻസികൾക്ക്, ഏത് മൊസാദും അമേരിക്കയുടെയും ഒക്കെ ചാര ഏജൻസികൾക്കോ രഹസ്യാന്വേഷണ ഏജൻസികൾക്കോ കഴിഞ്ഞിരുന്നില്ല. ഈ പ്രചാരണങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇറാൻ സ്റ്റേറ്റ് TV മുജ്തബ ഖാംനെയുടെ ഒരു വലിയ പ്രസംഗം പുറത്തുവിട്ടുകൊണ്ട് ഞെട്ടിക്കുകയാണ്. ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം നമുക്കൊന്ന് കേൾക്കാം. നോക്കുക, ഇറാൻ സുപ്രീം ലീഡർ മുജ്തബ ഖാംനെയി ഹാസ് vowed that revenge for Ali Khamenei's death must certainly be carried out, declaring that those responsible will not die peacefully in their beds. ഇതാണ് നെതന്യാഹുവിനും ട്രംപിനും ഒരുപോലെ ഇരട്ടടിയാകുന്ന നിർണായകമായ നീക്കവും പ്രഖ്യാപനവും. കാരണം 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഖാംനെയിയുടെ സംസ്കാര ചടങ്ങിന് ശേഷം മുജ്തബ ഖാംനെയി രംഗത്ത് വരുന്നു. ആ ചടങ്ങിനോടനുബന്ധിച്ച് തന്നെ പകരം വീട്ടുമെന്നുള്ള മുദ്രാവാക്യം ഇറാനിലെ കോടിക്കണക്കിന് ജനങ്ങൾ ആവർത്തിച്ച് വിളിക്കുന്നു. അതിനുശേഷം കൊല്ലപ്പെട്ടുവെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ച മുജ്തബ ഖാംനെയി ജനലക്ഷങ്ങളെ, ജനകോടികളെ ആവേശഭരിതരാക്കുന്ന വിധത്തിൽ പറയുകയാണ്, നമുക്ക് പ്രതികാരം ചെയ്യണം, നമ്മുടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയ ഒരാളും സുഖമായി ഉറങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് വരും ദിവസങ്ങളിൽ നെതന്യാഹുവിനും ട്രംപിനുമുള്ള വലിയ ഭീഷണിയാണ്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഗൾഫ് രാജ്യങ്ങൾക്കുമുള്ള വലിയ മുന്നറിയിപ്പാണ്. ഇറാൻ തുടങ്ങുന്നതേയുള്ളൂ, അല്ലെങ്കിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, പ്രത്യാക്രമണം അതിരൂക്ഷമായിരിക്കും, ഇനി ഞങ്ങൾക്ക് മുന്നും പിന്നും നോക്കാനില്ല, ഞങ്ങളുടെ പരമോന്നത നേതാവിനെ വധിച്ചവർക്കുള്ള തിരിച്ചടി, പ്രതികാരം അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിന് പിന്നാലെ ഞങ്ങൾ വീട്ടാൻ പോവുകയാണ് എന്ന ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു വലിയ പ്രസംഗം തന്നെയാണ്
മുജ്തബ ഖംനെയി തൻ്റെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത്. 7 മിനിറ്റ് 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ഇറാനിയൻ ഭാഷയിലുള്ള, അവരുടെ ഭാഷയിലുള്ള ഒരു വലിയ സുദീർഘമായ പ്രസംഗം. മുജ്തബ ഖാംനെയെ തപ്പി ഈ സംസ്കാര ചടങ്ങിനിടയിൽ മുസാദും അതുപോലെ മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളും ഒക്കെ പല രീതിയിൽ നടന്നു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. കാരണം മുജ്തബയെ വധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും യുദ്ധതന്ത്രം, അല്ലെങ്കിലും അവരുടെ ഒരു പോളിസി അതാണ്. ഇപ്പോൾ ഖസീം സുലൈമാനിയെ വധിക്കുന്ന കാര്യത്തിലായാലും, അല്ലെങ്കിൽ ഈ ആയത്തുള്ള അലി ഖാംനെയെയും 1048 ഉന്നതരെയും വധിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരു പോളിസി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവരെ കൂട്ടത്തോടെ വധിച്ച് ആ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുക, അല്ലെങ്കിൽ വലിയ തോതിൽ താഴേക്ക് വീഴ്ത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഖാംനെയി നേരത്തെ തന്നെ, ആയത്തുള്ള അലി ഖാംനെയി ഒരു രക്തസാക്ഷിത്വം വരിക്കുകയാണെങ്കിൽ അതിനുശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുകയും അതനുസരിച്ച് ഇറാൻ മുന്നോട്ട് പോവുകയും ചെയ്തതുകൊണ്ട് അവർ തളരുകയോ തകരുകയോ അമേരിക്കയുടെ കാലിൽ വീഴുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇപ്പോൾ സംഭവിക്കുന്നത്, മുജ്തബ ഖാംനെയി പ്രത്യക്ഷപ്പെടുന്നു, മുസാദും അതുപോലെ മറ്റ് രഹസ്യാന്വേഷണ ചാര ഏജൻസികളും വല്ലാത്ത രീതിയിൽ ഞെട്ടുന്നു, അന്തം വിട്ടു പോകുന്നു. കാരണം അവരൊക്കെ ഇത്രയും കാലം തപ്പി നടന്നിട്ടും എവിടെയാണ് മുജ്തബ എന്നതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. മുജ്തബ കൊല്ലപ്പെട്ടതാണ്, ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുകയാണ്, ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുകയാണ്, മുഖം വികൃതമാണ്, അത് പുറത്തു കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഖാംനെയി പുറത്തു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തും, അല്ലെങ്കിൽ പുറത്തു വന്ന ഖാംനെയി എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞത് എന്ന് ചാര ഏജൻസികൾ കണ്ടെത്തും, അത് പിന്നെ കുഴപ്പമാകും എന്നൊക്കെയുള്ള ഇറാനെ അവഹേളിക്കുന്ന വിധത്തിലടക്കം നിരവധി പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഖാംനെയി ചടങ്ങിൽ, മുജ്തബ ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നും അതിനുശേഷം എന്നുള്ള പ്രചാരണം വരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു വലിയ വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. പക വീട്ടും എന്ന് പറയുന്നു. ഓരോ ശത്രുവിൻ്റെയും പട്ടിക തങ്ങളുടെ പക്കലുണ്ട്, ആ പട്ടികയ്ക്കനുസരിച്ച് തന്നെ പകരം വീട്ടിയിരിക്കുമെന്നെല്ലാം മുജ്തബ പറയുമ്പോൾ അത് നെതന്യാഹുവിനും ട്രംപിനും ഉണ്ടാക്കുന്ന ഭീഷണി ചെറുതല്ല, വലിയ യുദ്ധം വരാൻ പോകുന്നതിൻ്റെ സൂചന തന്നെയാണ്. പ്രത്യേകിച്ച് വെടിനിർത്തൽ കരാറൊന്നും ഇനി നിലവിലില്ല എന്ന് മാത്രമല്ല, ഹോർമൂസ് കടലെടുക്കും, ചെങ്കടലും അടയ്ക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാഭാവികമായും അമേരിക്കയ്ക്കും ഇസ്രായേലിനും അത് വലിയ പ്രകോപനമാകും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല, ഇറാനുമായിട്ടുള്ള യുദ്ധം തുടരുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പറഞ്ഞിരിക്കുന്നു. ന്യൂയോർക്ക് ടൈംസിന് ഇന്ന് കൊടുത്ത അഭിമുഖത്തിൽ ട്രംപ് പറയുന്നത്, ഇറാൻ എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്, ഇനി കൊല്ലപ്പെട്ടാൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും, കൊല്ലപ്പെട്ടാൽ തിരിച്ചടി ശക്തമായിരിക്കും, 1000 മിസൈലുകൾ ഞാൻ ഇറാനിലേക്ക് അയക്കാൻ പോവുകയാണ്, കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അമേരിക്കൻ സൈന്യം 1000 മിസൈലുകൾ അങ്ങോട്ടേക്ക് അയക്കുമെന്നൊക്കെ പറയുമ്പോൾ ട്രംപിനും മരണഭീതിയുണ്ട്. ഞാൻ ഒരിക്കലും, എന്നെ കൊല്ലാൻ അവർക്ക് കഴിയില്ല എന്നല്ല ട്രംപ് പറയുന്നത്, കൊന്നേക്കാം, അങ്ങനെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ട്രംപിനും വിറളി പിടിച്ചിട്ടുണ്ട്, ട്രംപും ഭീതിയിൽ തന്നെയാണ്, അതാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിൽ തിരിച്ചടിക്കാനുള്ള സന്നാഹങ്ങൾ സജ്ജമാക്കിക്കൊണ്ട് ഇറാൻ അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ പട്ടികയുണ്ടാക്കി ഞങ്ങളുടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയവരോട് പ്രതികാരം ചെയ്യും എന്ന് മുജ്തബ പറയുമ്പോൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് നെതന്യാഹുവിനെ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നെതന്യാഹുവിൻ്റെ സമയം അടുത്തു എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ മുജ്തബ കൊടുത്തിരിക്കുന്നത്. കാരണം ഇസ്രായേലാണ് അമേരിക്കയെ പ്രലോഭിപ്പിച്ച യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നത്. ഇറാൻ വളരുന്നു, ഇറാൻ്റെ ആണവശക്തി വർദ്ധിക്കുന്നു, ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാകുന്നു, അത് ഞങ്ങളുടെ നിലനിൽപ്പിന്, അതായത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലാണ് അമേരിക്കയെ പലതവണ സമ്മർദ്ദം ചെലുത്തി ട്രംപിനെ കൊണ്ട് ഈ യുദ്ധത്തിലേക്ക് ഇറക്കിപ്പിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഈ യുദ്ധത്തിന് ആത്യന്തികമായി ഈ യുദ്ധത്തിൻ്റെ കാരണക്കാരനും, അല്ലെങ്കിൽ ഈ യുദ്ധം ഈ വിധത്തിൽ തുടരുകയും അതുവഴി ആയത്തുള്ള അലി ഖാംനെയുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തതിന് കാരണം അത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലാണ്. അപ്പോൾ പ്രാഥമികമായി പരമാവധി ആക്രമണവും പ്രഹരവും ഏൽക്കേണ്ടി വരുന്നത് ഇസ്രായേൽ ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും മുജ്തബ ഖാംനെയി പ്രത്യക്ഷപ്പെട്ടതോടെ മൊസാദ് അടക്കമുള്ള ചാര സംഘടനകളുടെ സകലതിൻ്റെയും കിളി പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗർവ് ഇല്ലാതായിരിക്കുകയാണ് എന്ന് മാത്രമല്ല, ഇനിയും ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകും. പശ്ചിമേഷ്യ ആശങ്കാജനകമായ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകും എന്നു തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അത് അപകടകരമായ സാഹചര്യമാണ് അമേരിക്കയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ചും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചും എന്നുകൂടി ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടതുണ്ട്.